ഇതിനെ കാണാനില്ല. ഫേസ്ബുക്കിൽ മാത്രമാണുള്ളത്. കാരണം ഇപ്പം അദ്ദേഹം കോൺസ്റ്റിറ്റ്യൻസിയിലും കാണുന്നില്ല. നമ്മൾ കണ്ട പാർലമെൻറ്റിൻ്റെ ചിത്രങ്ങൾ വിഷ്വൽ സീനിലൊന്നും അയാളെ കാണാനില്ല. അദ്ദേഹത്തിന് ഉദ്യോഗസ്ഥന്മാരുടെ യോഗത്തിൽ പങ്കെടുത്തതിൽ ഫേസ്ബുക്കിൽ കണ്ടു. കണ്ടാലല്ലേ ചോദിക്കാൻ പറ്റൂ. അദ്ദേഹം പാർലമെൻറ്റിലും ഇല്ല, തൃശ്ശൂരും ഇല്ല. പിന്നെ എവിടെ പോയി നോക്കും? ഈ അട്ടിമറിയിലൂടെ വിജയിച്ചു എന്നാണെങ്കിൽ MP സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ? അല്ല, അദ്ദേഹത്തിന് ഒരു ധാർമ്മികമായിട്ടുള്ള ഒരിതുണ്ടെങ്കിൽ അദ്ദേഹം രാജി വെക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ കൊടുത്ത ഒരു പരാതിയും കലക്ടർ അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം 4 പേരെ പോളിംഗ് ബൂത്തിൽ തടഞ്ഞു വെച്ചപ്പോൾ കലക്ടർ വന്ന് പറഞ്ഞ് അവർക്ക് ഐഡന്റിറ്റി കാർഡുണ്ട്, വോട്ടുണ്ട്, അതുകൊണ്ട് അവരെ തടയാൻ സാധ്യമല്ല എന്നുള്ള നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പൊ സുനിൽകുമാർ പറഞ്ഞിരിക്കുന്നത് തൃശ്ശൂരുള്ള BJP-ക്കാരല്ല, തൃശ്ശൂരിന് പുറത്തുള്ള BJP-ക്കാരും വ്യാപകമായിട്ട് ചേർത്ത്. ഈ ചേർത്ത വോട്ടുകളെന്ന് പറയുന്നത് ആലത്തൂർ, ചാലക്കുടി ലോക്സഭയിലെ ആളുകളെയാണ് കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത്. മാത്രമല്ല, ചാലക്കുടി ലോക്സഭയിൽ BJP കാൻഡിഡേറ്റ് അല്ല മത്സരിച്ച്, BDJS ആണ്. അവരുടെ വോട്ടിൽ വ്യാപകമായിട്ട് വോട്ട് ഇടിഞ്ഞിട്ടുണ്ട്. അവിടെ 2014 അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണന് കിട്ടിയ വോട്ട് പോലും കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ BDS-ന് അവിടെ ചാലക്കുടിയിൽ കിട്ടിയിട്ടില്ല. ഇതൊന്ന് കേരളത്തിൽ BJP-ക്ക് വോട്ടിടുമുണ്ടായ നിയോജകമണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ചാലക്കുടി. അപ്പോൾ അത് തൃശ്ശൂരിൻ്റെ പരിസരമാണ്. ഇപ്പം കയ്പമംഗലം ചാലക്കുടിയാണെങ്കിൽ അതിനിപ്പുറമുള്ള നാട്ടികയുടെ ഭാഗം തൃശ്ശൂരാണ്. അപ്പോൾ അവർക്ക് ചേർക്കാൻ എളുപ്പമാണ്. അതുപോലെ വടക്കാഞ്ചേരിയുള്ള ആളുകളെ തൃശ്ശൂർ ചേർത്തു. കാരണം തൃശ്ശൂർ കോർപ്പറേഷൻ്റെ അടുത്താണ് ആ പ്രദേശങ്ങളൊക്കെ. വടക്കാഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അടുത്ത ബോർഡറാണല്ലോ. മുളകുന്താവിടുള്ള വോട്ടർമാരെ ഇങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വോട്ട് ചേർക്കാൻ അവർക്ക് എളുപ്പമായിരുന്നു. അതും മാത്രമല്ല, ഇപ്പോൾ ഒരു കാര്യം ഈ ഇലക്ഷനോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫ്ലാറ്റുകളെ ഇനി സാമ്രാജ്യങ്ങളായിട്ട് കണക്കാക്കരുത്. വോട്ടർമാരെ തേടി പാർട്ടി സ്ഥാനാർത്ഥികളുടെ ആളുകൾ സ്ക്വാഡ് ചെല്ലുമ്പോൾ ഇങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞ് വാതിൽ കൊട്ടിയടയ്ക്കുന്ന ഏർപ്പാട് ഇനി മുതൽ നടപ്പിക്കില്ല. അതാണ് ഈ പ്രധാനമായും ഫ്ലാറ്റുകൾ കേന്ദ്രീകരിക്കാൻ ഇടയാക്കിയ സാഹചര്യം എന്ന് പറയുന്നത്. ആ ഫ്ലാറ്റിൻ്റെ ആരെങ്കിലും ഒരാളെ പിടിച്ചാൽ മതി. ഇപ്പോൾ ഈ വോട്ട് ചേർത്ത വോട്ടർമാരെ ഫ്ലാറ്റിലെ അഡ്രസ്സുള്ളവർക്ക് അറിഞ്ഞുകൂടാ. ഇത് വലിയൊരു സീരിയസ് ആണ്. കാരണം കേരളം പോലെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു നുഴഞ്ഞുകയറ്റം എന്ന് പറയുമ്പോൾ അതിനെ നമ്മൾ ഗൗരവത്തിലായിട്ട് എടുക്കണം. പിന്നെ മറ്റ് സ്റ്റേറ്റുകളുടെ അവസ്ഥ എന്തായിരിക്കും? അല്ല, തൃശ്ശൂർ അതിനും കൂട്ടുനിന്നിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എങ്ങനെ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ച് ചേർക്കും? 30,000 മുതൽ 56,000 വോട്ട് വരെ ചേർത്തു എന്നാണ് കണക്ക്. ഇപ്പോൾ തൃശ്ശൂർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വർദ്ധിച്ച ഒരു നിയോജകമണ്ഡലം തൃശ്ശൂരാണ്. 1,47,000 വോട്ട് വർദ്ധിച്ചിട്ടുണ്ട് മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ, 2019-നേക്കാൾ. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് വന്ന ഈ ഫ്ലാറ്റ് കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ജനവിധി അട്ടിമറിക്കാൻ എളുപ്പമാണല്ലോ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.